നമ്മൾ ഇന്നലെ താമസിച്ച ഹെഡേ റിസോർട്ടിൽ നിന്ന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൂരിയും കറിയും പിന്നെ ബ്രെഡും ജാമും പിന്നെ ഏത്തയ്ക്കപ്പഴം പുഴുങ്ങിയതുണ്ട്, എഗ്ഗുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇനി മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞത്. ഓക്കെ, പാലക്കാട് ഉണ്ടെന്നറിയാം, പക്ഷേ ഇടുക്കിയിലും ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ശരിക്കും ഈ ഒരു ട്രിപ്പിലാണ് ഇത് ഞാൻ റിയലൈസ് ചെയ്തത്. സൈലൻറ്റ് വാലിയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. എനിക്കറിയാവുന്ന സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, നമ്മുടെ പാലക്കാടുള്ള സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് എനിക്കറിയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇടുക്കിയിലും ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന്. അപ്പോൾ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ 1 ഡേ സ്റ്റേ ഉള്ളായിരുന്നുള്ളൂ ഇവിടെ ഈ റിസോർട്ടിൽ. നമ്മളത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല റിസോർട്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫാമിലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചിറപ്പ് ചെയ്തു. ഇഷ്ടപ്പെട്ടോ റിസോർട്ട്? ഇഷ്ടപ്പെട്ടോ? ഉണ്ടോ? പൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? പൂളിൽ ആരാ ഇന്നലെ ചാടിയത്? ഞാനാണോ? നല്ലതായിരിക്കുമല്ല? നല്ലതാണോ? ഇന്നലെ ആരൊക്കെ പൂളിൽ കിടന്ന് ചാടിയത്? അമീനൊക്കെ ഇഷ്ടപ്പെട്ടോ? അമീന ഇഷ്ടായി. എല്ലാവർക്കും പിള്ളേരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത നല്ല അടിപൊളി റിസോർട്ടാണ്. നമുക്കിപ്പം ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അതെ 10-12 പേര് മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ല അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10-12 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രൈവസി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതായത് വലിയ തിരക്കൊന്നുമില്ല, സിറ്റിന്നൊക്കെ ഒരുപാട് മാറി ഉള്ളിലേക്ക് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുവിലുള്ള നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രൈവസി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പറയും. ഇടുക്കിയിലെ ക്ലൈമറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ക്ലൈമറ്റാണ്. ശരിക്കും ഇത് പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് കുറച്ച് നേരം സൂര്യനൊക്കെ അടിച്ച് കുറച്ച് നേരം ചൂട് കിട്ടുമെങ്കിലും പെട്ടെന്ന് തന്നെ ആ ചൂട് മാറി അത് തണുപ്പാവും, പിന്നെ ഫോഗാവും, പെട്ടെന്ന് മഴ പെയ്യും. ശരിക്കും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് നമുക്കും ഈ യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്തത്. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകുമ്പം നന്നായിട്ട് വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചില ഏരിയയിലാണെന്നുണ്ടെങ്കിൽ മഴയും പിന്നെ ഫോഗും ഒക്കെയാണ്. പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ മൂന്നാറിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതായത് സൈലൻറ്റ് വാലി എന്ന് പറയും. നമ്മുടെ നാഷണൽ പാർക്കല്ല, ഇത് മൂന്നാറിൻ്റെ സ്വന്തം സൈലൻറ്റ് വാലി. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നോർമലി എല്ലാവർക്കും അവിടത്തേക്ക് ആക്സസ് ഇല്ല. ഇത് നമുക്ക് ഒരു എന്താ പറയുന്നത് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയതാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ മൂന്നാർ റീച്ച് ആയപ്പോഴത്തേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു. സോ മിക്കവാറും എന്താ പറയുന്നത് കൊളാവുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ നമ്മൾ വണ്ടി അകത്തോട്ടൊക്കെ എന്തായാലും ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും വണ്ടിയിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരാൻ നമുക്ക് സീനില്ല. നോക്കാം എങ്ങോട്ടാ പോകുന്നത്? സൂയി പോവാണോ? ഇസ് സൂയിലാ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലും കണ്ടാൽ ഇഷ്ടം അവിടെ ഇറക്കി വിടാം കേട്ടോ. നമുക്ക് മൂന്നാറിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ടീ പ്ലാന്റേഷൻസ് ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വഴിയിലൊക്കെ ഫുള്ള് ടീ പ്ലാന്റേഷൻസ് കാണാൻ പറ്റും. അതിങ്ങനെ ഫുള്ള് ഫോഗ് കവർ ചെയ്ത് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നോ ട്രെസ്പാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇവിടത്തേക്കാണ് നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കയറി വിടത്തുള്ളൂ.
ഇറങ്ങണം. ആന ഉണ്ടാവും. 6 മണി 7 മണിക്ക് നീ വസാരിപ്പാളം വന്നാൽ മതി. കുഴപ്പമില്ല. ആന ഉണ്ടാവും. ആന ഉണ്ടല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആനയില്ലേ? വലിയ ഡേഞ്ചർ ആയിരിക്കത്തില്ലേ? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സൈലൻറ്റ് വാലിയിലോട്ട് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ചെറിയ നാരോ റോഡാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പം ഓപ്പോസിറ്റ് വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഒതുക്കി മാറ്റി കൊടുക്കേണ്ടി വരും ആ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ചെറിയ റോഡാണ് അങ്ങോട്ടേക്കുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടികളൊന്നും അങ്ങനെ വരാറില്ല. കൂടുതലും ഈ തേയിലയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെയാണ് ഇതുവഴി പോകുന്നത്. സൈലന്റ് വാലി ഓഫീസ് അതുകൊണ്ടവിടെ ബോർഡ് കണ്ടോ? സൈലന്റ് വാലി ഓഫീസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് 2 ചെക്കിംഗ് പോയിന്റുകളാണ് ഉള്ളത്. നമ്മൾ ഈ പ്ലേസിൽ എത്തിയപ്പോഴത്തേക്കിന് തന്നെ ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ റോഡ് സൈഡ് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ തന്നെയായിരുന്നു നമ്മൾ ലഞ്ച് കഴിച്ചത്. ശരിക്കും ഈ സ്ഥലം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ വലുതായിട്ട് വണ്ടികളോ അങ്ങനെയൊന്നും വരില്ല. ഇടയ്ക്കെങ്ങാനും 1-2 ഓട്ടോകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ തേയിലയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ട്രക്കും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ വണ്ടികളേ ഉള്ളൂ. സ്ഥലം ഒരു ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് സൈലൻറ്റ് വാലി എന്ന് പേര് വന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് ഭയങ്കര സൈലൻ്റാണ്. ആളുകളൊക്കെ ഭയങ്കര കുറവാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്കൂളുണ്ട്, ഒരു അമ്പലമുണ്ട്, ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമേ ഈ സ്ഥലത്തുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ചെറിയൊരു കുഞ്ഞ് ഗ്രാമമാണിത്. ഇവിടെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ വലിച്ചെറിയില്ല. കാരണം അവർ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണത് ഈ സ്ഥലം അവർ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നത്. വണ്ടി അകത്ത് വിടാൻ പാടില്ല. കണ്ണാടി കാണുവാണെങ്കിൽ വാങ്ങിപ്പിച്ച് തരാം. 2 കൂടെ കയറ് ഇവിടെ വെച്ചിട്ടുണ്ട്. എലിഫന്റ് ക്രോസിംഗ് ഉള്ള ഏരിയ ആണ്. തിരിക്കാൻ പറ്റുമോ? നമ്മളിവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളിവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മളിവിടുന്ന് തിരിച്ചു പോവാം. കാരണം ഇവിടെ 7 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഈ വില്ലേജിൽ നിന്ന് പോകണം. 7 മണി കഴിഞ്ഞാൽ ഇവിടെ അലൗഡ് അല്ല. അത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ 7 മണിക്ക് മുന്നേ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന്. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ ഈ തേയിലയൊക്കെ ലോഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേകതരം കാഴ്ചയാണ്. അതിവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മൂന്നാറെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള ടീ പ്ലാന്റേഷൻസും ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ പ്ലേസസൊക്കെ ആണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് തന്നെ. അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഭയങ്കര ചൂടൊക്കെ ഉള്ള ഈ സമയത്ത് നമുക്കിങ്ങനെയുള്ള തണുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് അത്രയേ ഉള്ളൂ. ഇന്നിനിപ്പം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന നമ്മുടെ റിസോർട്ടിലിപ്പോൾ എത്തി. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കും. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.